ചുമയും കഫക്കെട്ടൊക്കെ അത്രത്തോളം കൂടിയതുകൊണ്ടാണ് നമ്മൾ ജനുവരി 1 കൂടി മനസ്സോടെ ഇന്ന് വീടിന് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ. മാലിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, തൊണ്ടവേദനയൊക്കെ ആയിട്ട് നിൽക്കണതാണ്. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്കുണ്ടായ ഒരു മോശം അനുഭവം, ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ 2 രൂപയൊക്കെ ചീട്ടെടുത്തു, നേരെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരു 3 മരുന്ന് എഴുതി തന്നു, അവസ്ഥയൊക്കെ പറഞ്ഞു, തൊണ്ടവേദന ചുമയൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. കാര്യം ഈ ഒരു സീസൺ എനിക്കൊണ്ട് ചുമ തൊണ്ടവേദന പനിയുടെ ഒക്കെ ഒരു സീസണാണ്. കാര്യം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഡിസംബർ തണുപ്പൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ മരുന്ന് മേടിക്കാൻ ക്യൂ നിന്നു. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പേഷ്യൻറ്റിന് അവരൊരു മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി 2 മരുന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ചീട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അതിന് എൻ്റെ അവസരം വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ മരുന്ന് തന്നു, ബാക്കി 2 മരുന്ന് മാർക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ഷോപ്പ് ലൈനിൽ മാർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ കാണിക്കാം, ചീട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പുണ്ടായ പേഷ്യൻറ്റിനെ ഞാൻ പോയി കോൺടാക്ട് അവരെ കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തതും പാരസെറ്റാമോളാണ്, എനിക്ക് തന്നതും പാരസെറ്റാമോളാണ്, ബാക്കി 2 മരുന്ന് പുറത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ പുറകിലുള്ള പേഷ്യൻറ്റിനോട് അവരെന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി. അവർക്കും സെയിം ഇതേ അവസ്ഥ, അവരും ചുമയിട്ട് വന്നതാണ്. അവർക്കും അവരുടെ ചീട്ട് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെ തന്നെ പാരസെറ്റാമോൾ കൊടുത്തു, ബാക്കി 2 മരുന്ന് പുറത്തേക്ക് മേടിച്ചോളാൻ പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ചീട്ടിൽ. അപ്പോൾ ഞാൻ അവിടെ ഫാർമസിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് എല്ലാം പാരസെറ്റാമോൾ മാത്രം ഇവിടെ സ്റ്റോക്കുള്ളോ? നമുക്ക് ഇതിൻ്റെ അധികാരപ്പെട്ട ആരാണ് ഇവിടെ ഉള്ളത്, നമുക്ക് അവരെ ഒന്ന് കാണാൻ വേണ്ടി ആരാണ് ഞാൻ കാണേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഫാർമസിയിൽ നിന്ന് എന്നോട് പറഞ്ഞത് മെഡിക്കൽ ഓഫീസറെ പോയി കണ്ടോളാൻ പറഞ്ഞു. പുള്ളിയാണ് ഇപ്പോൾ അധികാരപ്പെട്ട ഒരാളവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ മെഡിക്കൽ ഓഫീസറുടെ മുറിയിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് പുള്ളിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിനെ കൂടി സംസാരിക്കണ ഒരു വോയിസ് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. പാരസെറ്റാമോൾ മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി എല്ലാം പുറത്ത് മേടിക്കാനാണ് പറഞ്ഞു. നമുക്കിപ്പോൾ കുഴപ്പമില്ല, ബാക്കി പാവപ്പെട്ടവർക്ക് മരുന്നില്ലാത്തതുകൊണ്ടേ ഇതെപ്പോൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് സാറോ. അതല്ല, ഇത് അവിടെ ഉള്ളവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവിടെ ഉള്ളവരാ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അല്ല, ഞാൻ സാറും ചോദിക്കണമെന്ന് ചോദിച്ചത് അധികാരപ്പെട്ട ആരെങ്കിലും ചോദിക്കാൻ. അതല്ല, ഇതിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. നമുക്കിത് ഇപ്പം ഞാൻ ഇപ്പം പ്രൈവറ്റിലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കൊണ്ടുവരാമെന്ന് പറയാൻ പറ്റും, മനസ്സിലായോ? ഇത് മഞ്ഞുമേലിരിക്കുന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവന് സൗകര്യം വരണ്ടേ? ഇവിടെ ഇപ്പൊ ഞാനാണ് സൂപ്രണ്ട്, പക്ഷെ എനിക്കൊരു പരിമിതി ഇല്ലേന്ന് സർക്കാരിന്. അപ്പൊ ഇത് മഞ്ഞുമ്മൽ ഇരിപ്പുണ്ട് ഈ സാധനം. അപ്പൊ അവിടെ നിന്ന് എറണാകുളം ജില്ല മുഴുവൻ കൊടുക്കണ്ടേ, അപ്പൊ അവര് കൊണ്ടുവരുമെന്നാണ് പറയണത്. അതിന്റെ താമസം. അതല്ല, ഇതിൽ വേണമെങ്കിൽ വേറെ ചുമയുടെ മരുന്നുണ്ട്, അത് ആ പയ്യൻ വേറെ എഴുതിയത്, അതുകൊണ്ടാണ്. വേറെ വേണമെങ്കിൽ മരുന്നുണ്ടായിരുന്നു, പോട്ടെ. ഇപ്പില്ല, നിലവിലിപ്പില്ലല്ലോ, ആ മരുന്ന് ഇവിടെ ഇല്ലല്ലോ. അതല്ല, ചുമയുടെ തന്നെ വേറെ തന്നെ ഉണ്ട്. അപ്പം അത് അവരങ്ങനെ എഴുതിയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. മറ്റത് ഞാൻ വിചാരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ മഞ്ഞുമല ഇരിപ്പുണ്ട്, പക്ഷെ മഞ്ഞുമല നിങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ പ്രൈവറ്റിലാണെങ്കിൽ എനിക്ക് പറയാം നാളെ എത്തും. അതാണ് ആൾക്കാർ പ്രൈവറ്റ് പോകണം, പ്രൈവറ്റ് പോകാൻ പറ്റില്ല. അതുമല്ല, ഇതിന് മാത്രമല്ലടോ നമ്മുടെ സർക്കാർ സിസ്റ്റമാണ്. അപ്പൊ അവിടെ ഇരിക്കണമെന്നൊന്നും ആരും ചോദിക്കാനില്ല, എല്ലാത്തിനും യൂണിയനും കിട്ടി എല്ലാം ഉണ്ട്. ഞാനിപ്പോ അവയർനെസ് വീഡിയോ ഞാൻ ഒരു ബ്ലോഗറാണ്. നമുക്ക് സാമ്പത്തികമായിട്ടും പ്രൈവറ്റിൽ പോകാനുള്ളതുണ്ട്, അതുപോലെ ഇല്ലാത്ത ആളുകളാണ് ഇവിടെ. അതല്ല, ഇതിപ്പോ ഈ ചുമയുടെ മരുന്ന് വേറെ ഉണ്ട്, പിന്നെ ഇതിപ്പോ തീർന്നിട്ട് 1-2 ദിവസമായിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ വരുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതല്ല ഞാൻ പറഞ്ഞ മഞ്ഞുമ്മൽ ഇരിപ്പുണ്ട്, അത് ഇങ്ങനെ എത്തണം, അത്രേ ഉള്ളൂ. പക്ഷേ അതല്ല ഞാൻ പറയണത്, അതൊന്നും നമ്മൾക്കേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ ആരോഗ്യമന്ത്രിനെ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞത് ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചുമയുടെ മരുന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുതി തരാം, അവിടെ ഉണ്ട്. അത് ആ പയ്യനൊക്കെ 2 ആഴ്ച ഇവിടെ വരുള്ളേ, അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടില്ല. നമ്മൾ ഈ പാവപ്പെട്ടവരുടെ ഇതൊക്കെ നമ്മൾ അതല്ല, ഇത് ഞാനൊക്കെ 25 എനിക്കറിയാം, പക്ഷെ ഞാൻ പറയണത് എനിക്കൊക്കെ ഒരു പരിമിതി ഉണ്ട്. പിന്നെ ആൾക്കാരും ഇവിടെ ഇരുന്ന് കീറും, മറ്റേ ടി വിയിലൊക്കെ ഇരുന്ന് കീറും, പക്ഷെ താഴോട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, മനസ്സിലായോ? വികസനം എന്ന് പറഞ്ഞിട്ട് വികസനം എന്തോരം ഉണ്ടെന്നൊക്കെ എനിക്കൊക്കെ അറിയാം, ഞാനൊക്കെ 25 കൊല്ലമായിട്ട് പണിയെടുക്കണതാണ്. അതുകൊണ്ട് പറഞ്ഞാൽ എന്നിട്ട് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് ഇപ്പം നിങ്ങൾ വോയിസിൽ കേട്ടിട്ടുണ്ടാവും. അതായത് മഞ്ഞുമ്മലിൽ മരുന്ന് ഇരിക്കുന്നുണ്ട്, ആ മരുന്ന് നമ്മുടെ മാലിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്, പ്രൊസീജിയർ ഉണ്ട്. അപ്പം അത് മരുന്ന് എന്ന് എത്തും, ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിന് പോലും പുള്ളിക്ക് ഒരു ഡേറ്റ് പറയാൻ വഴിയില്ല, കാര്യം ഗവൺമെന്റ് സിസ്റ്റമാണ്. പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മരുന്ന് എഴുതി തന്നത്, അതായത് ഞാൻ മരുന്ന് കാണിച്ച ഡോക്ടർ എഴുതി തന്നത് ഇവിടുത്തെ ജൂനിയർ ഡോക്ടറാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ഒരുപാട് ജൂനിയർ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ സ്റ്റോക്കുള്ള മരുന്ന് ഏതാണ്, ഇപ്പം മരുന്ന് തീർന്നു പോയത് ഏതാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഒരേ മരുന്ന് ഈ അസുഖത്തിന് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് മെഡിക്കൽ ഓഫീസർ എൻ്റെ ചീട്ടിൽ വേറൊരു മരുന്ന് എഴുതി തന്നു, അവിടെ സ്റ്റോക്കുള്ള ഒരു മരുന്ന് എഴുതി തന്നു.
ചുമക്ക് വേണ്ടിയുള്ള. അപ്പോൾ അങ്ങനെ അത് ഞാൻ ചീട്ടൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അത് പോയി മേടിച്ചപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ട്, എനിക്കത് കിട്ടുകയും ചെയ്തു. ഞാൻ ആ മെഡിക്കൽ ഓഫീസറുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് തൊട്ട് പുറകെ തന്നെ മെഡിക്കൽ ഓഫീസറും പുറത്തിറങ്ങി ഈ ജൂനിയർ ഡോക്ടേഴ്സ് ഇരിക്കുന്ന ക്യാബിനുകളിൽ അവർ 3-4 മുറികളിൽ ഇരിക്കുന്നുണ്ട്. അത്രയും ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. ആ മുറികളിൽ ചെന്നിട്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഏത് മരുന്നാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചുമയും തൊണ്ടവേനൊക്കെ ആയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഞാൻ മെഡിക്കൽ ഓഫീസറുടെ മുറിയിൽ പോയി ഇത്രയും സംസാരിച്ചത് കൊണ്ട് ആകെ ഉണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസർ ഇതുപോലെ ജൂനിയർ ഡോക്ടേഴ്സിനോട് അറിയിച്ചു ഇന്ന മരുന്നാണ് സ്റ്റോക്കുള്ളതെന്ന് അറിയിച്ചത് കൊണ്ട് ഇനി ഇതേ അസുഖം മൂലം വരുന്ന രോഗികൾക്ക് മരുന്ന് അവിടെ നിന്ന് തന്നെ കിട്ടും. സ്റ്റോക്കില്ലാത്ത മരുന്ന് എഴുതി കൊടുത്ത് പുറത്തു പോകേണ്ട അവസ്ഥയില്ല. ആ സ്റ്റോക്കുള്ള മരുന്ന് തന്നെ കിട്ടും. അതും എത്ര നാൾ, ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രം. അപ്പോൾ ഈ ജൂനിയർ ഡോക്ടേഴ്സ് എഴുതിക്കൊണ്ടിരുന്ന മരുന്ന് തീർന്നിട്ട് 2 ദിവസമായെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ 2 ദിവസമായിട്ട് ഈ അസുഖം മൂലം വരുന്ന എല്ലാവർക്കും മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥ തന്നെയായിരുന്നു. മറ്റൊരു മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിട്ട് കൂടി. അപ്പം നമ്മൾ ചെന്നുകൊണ്ട് ആകെ അങ്ങനെ ഒരു ഗുണം കിട്ടി. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. മഞ്ഞുമ്മലിരിക്കുന്ന ആ മരുന്ന് എത്രയും പെട്ടെന്ന് ഈ മലപ്പുറം ഹോസ്പിറ്റലിലോട്ടൊക്കെ എത്തട്ടെ, മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് എത്തട്ടെ, രോഗികളുടെ കൈകളിലേക്ക് എത്തട്ടെ. അത് വെറുതെ ഗോഡൗണിൽ ഇരുന്നിട്ട് ആർക്കാ ഉപകാരമായ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വെറുതെ കൊണ്ട് കളയേണ്ടി വരും. അപ്പോൾ രോഗികളിലേക്ക് ആ മരുന്ന് എത്തട്ടെ. അതിനുവേണ്ടി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ചുമ, തൊണ്ടവേദന, പനിയുടെ ഒരു സീസണാണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും രോഗികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ചുമച്ചോണ്ടിരിക്കുന്ന തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് തൽക്കാലം നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള ശേഷം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഉണ്ട്. വലിയ കാര്യമല്ല, വലിയ ഹോസ്പിറ്റലല്ല ഞാൻ പറഞ്ഞത്, അത്യാവശ്യം മരുന്ന് കിട്ടുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ദൈവം സഹായിച്ച് ഇപ്പോൾ നമുക്കുണ്ട്. പക്ഷെ നമ്മളെക്കാളും താഴെയുള്ള, നമ്മളെക്കാളും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആ പാവപ്പെട്ടവരാണ് അവിടെ ചെന്ന് മരുന്ന് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ഈ മരുന്നില്ലാതെ കഷ്ടപ്പെട്ട് പോണത് നമ്മൾ നേരിട്ട് കണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇത് ഒരു സത്യാവസ്ഥ തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടിയന്തിരമായി ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ട ഇത്തരം മരുന്നുകൾ ഇല്ലാത്ത ഈ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് മാറട്ടെ, ഹോസ്പിറ്റലിലേക്ക് മരുന്നുകൾ എത്തട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം കേട്ടോ.